ഓം ശ്രീം മഹാത്രിപുരസുന്ദരേ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ധ്യാന ശ്ലോകത്തിലെ 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപദ്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. ധ്യായേത് പദ്മാസനസ്ഥാം. അമ്മ ഇരിക്കുന്നത് പദ്മാസനത്തിലാണ്, താമരയിലാണ്. വികസിതവദനാം. അമ്മയുടെ മുഖം നല്ല പൂർണ്ണ ചന്ദ്രനെ പോലെ വികസിച്ചിരിക്കുന്നു. പദ്മപത്രായതാക്ഷിം. പദ്മപത്ര ആയത അക്ഷിം. അക്ഷി എന്നാൽ കണ്ണ്. കണ്ണുകളെ താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. സാധാരണ ദേവീ ദേവന്മാരുടെ കണ്ണുകളെ താമര ഇതളുകളോടാണ് ഉപമിക്കാറ്. ആയതം വിടർന്നത്. ആയത അക്ഷിം. വിടർന്ന കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത്. ഹേമാഭാം പീതവസ്ത്രാം. ഹേമം സ്വർണം, ആഭ വർണ്ണം. ഹേമാഭാം സ്വർണവർണ്ണത്തോടു കൂടിയ അത്രയും പ്രകാശിക്കുന്ന പീതവസ്ത്രം ധരിച്ചിരിക്കുന്ന, കരകലിത കൈകളിൽ ലസത് തിളങ്ങുന്നത്, ഹേമപദ്മം സ്വർണപദ്മം സ്വർണതാമര ധരിച്ച കൈകളോടുകൂടിയ. അമ്മയുടെ കയ്യിൽ സ്വർണതാമരയുണ്ട്. പിന്നെന്താണ്? വരാംഗീം. അങ്കി എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, ശ്രേഷ്ഠമായ അവയവങ്ങളോട് കൂടിയ ദേവി. സർവാലങ്കാരയുക്താം. സർവ അലങ്കാരങ്ങളോടും കൂടിയുള്ള അമ്മ എങ്ങനെയുള്ളതാണ്? സതതം അഭയതാം. സതതം എപ്പോഴും അഭയദായിനിയാണ് അമ്മ. ഭക്തനമ്രാം. ഭക്തന്മാരാൽ നമിക്കപ്പെടുന്ന ഭവാനിയും. ശ്രീവിദ്യാം. ശ്രീവിദ്യാസ്വരൂപിണിയും. ശാന്തമൂർത്തിം. ശാന്തമൂർത്തിയായിട്ടുള്ള സകല സുരനുതാം. സകല സുരന്മാരാൽ, ദേവന്മാരാൽ നുതം സ്തുതിക്കപ്പെടുന്ന സർവ സമ്പത്പ്രദാത്രീം. എല്ലാ സമ്പത്തിനെയും, സമ്പത്തെന്നാൽ മനസ്സിൻ്റെ ഒരു സന്തോഷം. മനസ്സിന് സന്തോഷമില്ലെങ്കിൽ ബാഹ്യമായ ഏതു സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, അല്ലേ? അപ്പോൾ മനസ്സിൻ്റെ ആ സമ്പത്തിനെ പ്രദാനം ചെയ്യുന്ന ആ അമ്മയെ ധ്യായേത്. ഞാൻ ധ്യാനിക്കുന്നു, നമിക്കുന്നു. അപ്പോൾ എന്താണ്? താമരയിലിരിക്കുന്ന മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വികസിച്ചിരിക്കുന്നതും, താമരയുടെ ഇതളുകളെ പോലെ വിടർന്ന കണ്ണുകളുള്ളവളും, സ്വർണവർണ്ണത്തെ പോലെ പ്രകാശിക്കുന്ന പീതവസ്ത്രം ധരിച്ചവളും, കൈകളിൽ സ്വർണപദ്മം ധരിച്ചവളും, ശ്രേഷ്ഠമായ അവയവങ്ങളോടും കൂടിയ ദേവി. സർവ അലങ്കാരങ്ങളോടും കൂടി എപ്പോഴും അഭയദായിനിയായിട്ടുള്ള ആ അമ്മ, ഭക്തരാൽ എപ്പോഴും നമിക്കപ്പെടുന്ന ഭവാനിയും ശ്രീവിദ്യാസ്വരൂപിണിയും ശാന്തമൂർത്തിയുമായിട്ടുള്ള സകല ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്ന, എല്ലാ സമ്പത്തും മനസ്സിൻ്റെ സന്തോഷവും പ്രദാനം ചെയ്യുന്ന ആ ദേവിയെ, ആ അമ്മയെ ഞാനിതാ ധ്യാനിക്കുന്നു, നമിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ.